ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മള് ഇടുക്കിയിലാണ്. നമ്മള് നാല് ആൾക്കാർ, ഞങ്ങൾ 5 ആൾക്കാർ ട്രിപ്പ് വന്നിട്ടാണ് ഇടുക്കി ടു മൂന്നാർ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇടുക്കിയിലാണ്. 2 എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അതിന്റെ ബാക്കി തന്നെയാണ്. അപ്പോൾ എലിഫന്റ് ക്രോസിംഗിന്റെ ഏരിയ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുളമാവ് ഡാം കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈബ് എന്ന് പറഞ്ഞാൽ ഒരു അന്യായ വൈബ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരെന്തായാലും കഴിഞ്ഞ വീഡിയോ പോയി കാണാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം. ഇവിടെ അടിപൊളി ക്ലൈമറ്റ് ആണ്, അടിപൊളി ക്ലൈമറ്റ്. രക്ഷയില്ല. അതൊരു വെള്ളച്ചാട്ടം ഉണ്ടാണ്ട് ഒരു ചെറിയ വാട്ടർഫോൾ. പണത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ശാഖമാണ്. ഡോണ്ട് ഡു ദാറ്റ്. വെള്ളം വലിയ മാവ് സാധന സംരക്ഷണ സമിതി. ഇവിടെ ഇറങ്ങിക്കൂടെ? അവിടെ ഇവിടുന്ന് വെള്ളച്ചാട്ടമായിട്ട് വലിയതായിട്ടൊന്നും വരുന്നില്ല. അവിടെ ഞാൻ കയ്യും കാലൊക്കെ കഴിക്കാലോ. പോവാ. പോവാ. എന്തായാലും ട്രിപ്പിൽ നമുക്ക് നമ്മളെ പൈസ ഇപ്പൊ തന്നെ മുതലായിക്കണേ. ഇനിയുള്ളതൊക്കെ നമുക്ക് എക്സ്ട്രാ ആണ് അല്ലെ, എക്സ്ട്രാ എൻജോയ്മെന്റ് ആണ്. നമ്മള് ഒക്കെ എല്ലാവരും സ്ട്രെസ് ഒക്കെ പോയില്ല. റിമിയാന്റെ വൈബോട് വൈബാ, എവിടെ നോക്കിയാലും വൈബ്. ഇങ്ങനെ കണ്ടോ വൈബ്? ഊട്ടി പോയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഫസ്റ്റ് ആ സ്ഥലം ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് ചണ്ടി ഇത് ചരക്ക് കാലം സ്മെല്ലും ഇതൊക്കെ. ഇവിടെ കണ്ടില്ലേ ജി, നമ്മളെ കേരളം പറഞ്ഞാൽ തന്നെ ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കണോണ്ടല്ലോ. അത് ഉരുൾപൊട്ടൽ ഉണ്ടായതാ. പ്രകൃതി ക്ഷോഭിച്ചാലും പ്രശ്നമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെ ഗുണ്ടൽപേട്ട അല്ലെങ്കിൽ വയനാട് അങ്ങനെയൊക്കെ ഏരിയക്ക് ഫോറസ്റ്റ് ഏരിയ അതേ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ പോകുമ്പോഴും. ഇതും ഫോറസ്റ്റ് തന്നെയാണ്, പക്ഷെ ഒരു ഡാർക്ക് ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഫോറസ്റ്റ് മാതിരി തോന്നുന്നുണ്ട്. മൊത്തത്തില് ഒരു കടോളം ഇതൊന്നും ഇല്ല. അതിന് ശേഷം പിന്നെ ഒരു കടോളം ഇതൊന്നും കണ്ടിട്ട് ഞാൻ അടിപൊളി വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലൊക്കെ പൊളി വൈബ് ഉണ്ട്, പക്ഷെ മരങ്ങൾ തന്നെ കാണാനാണ്. പിന്നെ എലിഫന്റ് ക്രോസിംഗ് ഏരിയ ആണ്. അവിടെ ഏത് നാളത്തെ കണ്ടു കാണാം. അടച്ചോനി ഷാജിബാണ് ഡ്രൈവർ. ഓ വൈബ് വൈബ്. റോഡ് കണ്ടില്ല, ഫുള്ള് പക്കയൊക്കെ. അതാ എലിഫന്റ് ക്രോസിംഗ്. അയ്യോ അത് കിട്ടിയില്ല. കുഴപ്പമില്ല. പക്ഷെ ഫോറസ്റ്റ് എന്ത് ചെയ്യും? ആദ്യമാണ് കുത്തത്തെ. ചെറിയ കല്ലെടുത്ത് വലിയ കല്ലെടുത്തെറിയണം.
ഞങ്ങൾ ഈ പാട്ടൊക്കെ ഇട്ട് പോണേന്ന് ഞങ്ങള് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ലേ. ഞങ്ങള് സ്ട്രെസ്സൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും വർക്ക് ചെയ്യണവും പഠിക്കുന്നതൊക്കെ തന്നെയാണ്. നമ്മൾക്കാണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടായിട്ട് ഒരു ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇടങ്ങേറായത്. അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ ഒരു വൈബ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മൂഡ് ഒന്ന് ചേഞ്ച് ആക്കാൻ. റമീസ് അന്റെ മൂഡ് ചേഞ്ച് ആയില്ലടാ. റമീസ് പറഞ്ഞാൽ നമ്മളെ ഹോണ്ട ഷോറൂമിൽ മാനേജറായിട്ട് വളാഞ്ചേരി. അപ്പൊ ഓനിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാ. ഓനിക്കൊന്ന് വിളിച്ചാൽ പോകാൻ പറ്റില്ല, അങ്ങനത്തെ ആളാണ്. അപ്പോ ഇവിടെ ഒരു ഹെയർ പിൻ ഉണ്ട്. ഇവിടെ കട്ട വെച്ച റോഡാണ് നമ്മളെ വണ്ടല്ലൂരുള്ള. അടിപൊളി വ്യൂ. നമ്മൾ പരമാവധി നിർത്താത്ത ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നിർത്തിയിട്ടൊക്കെ എടുക്കും. നല്ല ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇതാ ഇപ്പൊ എലിഫന്റ് ക്രോസിംഗ് ഏരിയ ആണ് ഇവിടെ. ഇത് കഴിഞ്ഞു കണ്ടോ. വീണ്ടും വരിക ഗ്രാമപഞ്ചായത്ത്. ഇതാണ് തോന്നുന്നത് ഇതിന്റെ പഞ്ചായത്തിന്റെ. ഇവിടെ ചെറിയൊരു അരുവിണ്ട്. ഓ, വാഴത്തോട് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ കയറിയിരിക്കുന്നത്. ഇപ്പൊ നല്ല വെയിലുണ്ടല്ലേ രമ്യ? കുറച്ച് മുമ്പ് നല്ല മഴയുന്നു. നല്ല ക്ലൈമറ്റ് ആണ്. ഇന്ന് തണുപ്പ് കമ്മിയാണ് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലായി. ഇവിടെ ഒരു KSRTC തന്നെ പൊളിക്കൂല. KSRTC കിട്ടിനെങ്കിൽ വൈബാണ്. ഇവിടെ ഇതിൽ കൂടെ KSRTC വരാൻ കാണാൻ തന്നെ രസമാണ്. ഇടുക്കിക്ക് 13 കിലോമീറ്റർ. ഇവിടെ കോട് കയറി വരുന്നുണ്ട്. കോട പറഞ്ഞാൽ വയനാട് തന്നെ കേട്ടോ. ഇവിടെ എന്തോ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ടിട്ട് സ്ഥലം കണ്ട് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കണം. ഞാനിപ്പോ ഈ ഏരിയയില് ഇവിടെ ഒക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിനാണോന്ന് അറിയില്ല. ഇവിടെ ഒക്കെ പണി ഒന്ന് ഇതാക്കി. ഇവിടൊക്കെ ഇപ്പൊ കഴിഞ്ഞാണ് പണി. ഓ വൈബ് സിലോട് കയറണുണ്ടോ? ഓ വൈബ് തന്നെ, കാണുന്ന വൈബ്. കണ്ടില്ല. വിട്ടാര ബ്രസ അൾട്ടോ. ആ വരുന്ന അൾട്ടോ. ബാക്കിൽ ഡിസ്കവറി. കട്ടപ്പന ചേച്ചി. നേരത്തെ വീഡിയോ എടുക്കണ്ടല്ലോ ഒരാള് പ്രൈമിൽ അന്നേരം മൂത്രയിക്കണുണ്ടായി. എന്നുവെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിൽ മൂപ്പരോട് വണ്ടി എടുത്ത് മൂത്രയിക്കണം. പക്ഷെ നമ്മളെ JWR എന്താണ് ആ വണ്ടിയുടെ പേര്? ഫാറൂഖ എന്തെങ്കിലുമൊക്കെ പറയടാ പ്രേക്ഷകരോട്. ഫാറൂഖ് കോയമ്പത്തൂരത്ത് ഭയങ്കര ഡോണായിരുന്നു. എനിക്കറിയില്ല. കോയമ്പത്തൂരത്തെ മെയിൻ ആയിരുന്നു. വേലിയാടത്തിന് മെയിനാ. ഓ ഇവിടെ പൊളിയായിട്ടാ. ഒരു റിട്ട് കയറിയെന്നാരില്ലേ? ഞങ്ങളെ കണ്ടിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രമ്യ നമ്മള് ഇറങ്ങിയാലോ.
ഇവിടെ മരം ആന ഇതാക്കിയ ഇവനാണ് പറഞ്ഞത്. ഞാനോ ആനൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടതാ. കാട് പറഞ്ഞാൽ ഇന്നത്തെ കാട് നന്ന് പുലർച്ചെ വരണല്ലേ ഇങ്ങോട്ടൊക്കെ. നല്ല സൗണ്ട് ഒക്കെ ചീവികളൊക്കെ. ആ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ അറിയോ? അട്ട അടുക്കിനട്ട അടിക്കന്നെ കുളിക്കാതുകൊണ്ടാണ്. ആ ഇപ്പൊ കാരണം ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ. അപകട മേഖലയുണ്ട്. ആക്സിഡന്റ് അപകട സാധ്യത മേഖല. മെഡിക്കൽ കോളേജ് 7 കിലോമീറ്റർ, അക്രേറ്റ് 2 കിലോമീറ്റർ, ചെറുതോണി 8 കിലോമീറ്റർ. അങ്ങനെ ചെറുതോണി കുളമാവ് ഡാമില്ലേ, ഞാൻ കേട്ടിരിക്കുന്നു. നമ്മളാ ഇടുക്കി ഡാം തുറക്കുമ്പോ പറഞ്ഞിരുന്നല്ലോ കുറെ. എന്തെങ്കിലും കുടിക്കണ്ട തലവേദന. നിർത്തണോ രമ്യ? നിർത്തണോ? ഇവിടെ ഓരോ ആൾക്കാരുണ്ടല്ലോ, പണിക്കാരുണ്ട്. റോഡുണ്ടാക്കി വെള്ളം വേണ്ട, ഒന്ന് ഇതാക്കിയത് വെള്ളം എൻ്റെ ബ്ലേഡ് വിളിച്ച് ഇങ്ങോട്ട് വെക്കണം, അത് ശരിയാവുള്ളൂ. ഈ ബ്ലേഡ് അങ്ങോട്ട് വെച്ചാൽ ഇപ്പോൾ വെച്ചാൽ ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ട്, എനിക്കല്ലേ ക്ലിയർ ആവുന്നുണ്ട്. ഓ കോട കയറി ഇവിടൊക്കെ.
ചെറുതോണി ഡാം 1.5 കിലോമീറ്റർ. നേരതാ ചെറുതോണി ഡാം. എടാ അതെടാ കൊല്ലനും ആലേ മറ്റേ അതില്ലേ രാജു കണ്ടിട്ടില്ലേ? നേരെ അങ്ങോട്ട്. എടാ ഇടുക്കി ഡാമിന്റെ മറ്റേ അതില്ലേ സ്ഥാപകനാണ് ഇയാള്. ഞാൻ കണ്ടുകണ്. എന്താണ് ചെമ്പൻ കൊലുമ്പൻ സമാധി. ഈ കൊലുമ്പൻ വെച്ചിട്ട് ഈ കൊലുമ്പനാണ് ഈ ഡാമിന്റെ ഇതൊക്കെ പറഞ്ഞത്. നേരെ ചെമ്പനില്ലേ കൊലുമ്പൻ മൂപ്പരാളാണ് ഈ എഞ്ചിനീയർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കുക. ഈ 2 മലടി ഇടുക്കി ഡാമില് ആർച്ച് ഡാമിന്റെ സ്ഥലം കാണിച്ചു. ഞാൻ കണ്ടില്ലേ നേരെ ഇടുക്കി ഡാം അടിക്ക്. ഇനി നമ്മള് വീഡിയോ എടുക്കൂല, അത് പ്രൈവറ്റ് റോഡാണ് KSEBന്റെ, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, നമ്മളിത് കണ്ടിട്ട് വരട്ടോ, എന്നിട്ട് നമ്മളെ അനുഭവങ്ങൾ പങ്കുവെക്കാം. അപ്പൊ നമ്മള് ഡാമിലൊക്കെ പോയി, ആർച്ച് ഡാമിൽ പോയി. വേറെ മറ്റേ ഡാമിന്റെ പേരെന്താണോ? ചെറുതോണി അണക്കെട്ട്, അതിലും പോയി. അവിടെ മൊബൈൽ അലൗഡ് ഇല്ലായിരുന്നു. അപ്പൊ വണ്ടിയിൽ വെച്ചിട്ടാണ് പോയത്. ഇപ്പൊ അവിടുന്ന് വണ്ടിയിലൊക്കെ എടുത്ത് ഞങ്ങൾ കയറി. മഴ ഉണ്ടായിരുന്നു, ആകെ നനഞ്ഞില്ല, നീറ്റൊക്കെ. ഇനി ഫുഡ് കഴിക്കണം. വേറെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാ റമീസ? കാൽവരി മൗണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി. ഞങ്ങള് ജസ്റ്റ് ഒന്ന് വഴിയൊന്ന് തെറ്റിയായിരുന്നു. അപ്പൊ തിരിച്ച് അങ്ങനെ തന്നെ പോയിട്ടൊരു ഇവിടെ നിന്നല്ലടാ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയില്ലേ, ഇവിടുന്ന് അടിയിക്കേ കാരണം. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇയാളാണ് ഈ സ്ഥലം കാണിച്ചു കൊടുത്തത്. എഞ്ചിനീയർ അയാളെ പേരൊക്കെ ഓർമ്മയില്ല. മണ്ണിനെ നിങ്ങളെ വണ്ടിന്റെ മനസ്സിലായിട്ടില്ല. ഓൻ പറഞ്ഞ എന്താ അറിയോ, മെഡിക്കൽ കോളേജ് കിട്ടോ, ഇതാണ് തോന്നുന്നത്. ഇത് മെഡിക്കൽ കോളേജ് ഈ റോഡിന് പോയാ ഇടുക്കി മെഡിക്കൽ കോളേജ്. ഇടുക്കി എത്തിയില്ല നമ്മളിപ്പോ, ഇടുക്കി തന്നെ ഉണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജ് തന്നെ ഉണ്ട് ഗൈസ്. എടാ എല്ലാരും ഓണാത്ത് ഓണാവേ. അപ്പൊ ഞാൻ ചെറുക്കന്മാർക്ക് അടുത്ത കാണാൻ ഹോട്ടലിൽ ഫുഡ് വാങ്ങി കൊടുക്കണം. ചെറുതോണി ടൗണിലെത്തിട്ട് നമ്മള് വെള്ളം കഴിയുന്നത് ഇവിടെ ഒരു പാലുണ്ട്. ഈ പാലല്ല, ഇവിടുന്നാണ് താഴത്തേക്ക് വെള്ളം വന്നത്. ഇവിടുന്നുണ്ട്, ഇവിടെ ഒരു പാലുണ്ട്. പ്രളയത്തിനൊക്കെ വെള്ളത്തിലായിരുന്നു. പ്രളയത്തിനെ അതിജീവിച്ച പാലം കണ്ടോ ഈ ഏരിയയിലാണ്. ഇതാ പാലം റമീസ, ഇതാണ് ആ പാലം. KSRTC വരുന്നില്ലേ? നമ്മളങ്ങനെ തന്നെയാണ് ആ വഴിക്കുന്നത്. പ്രളയത്തെ അതിജീവിച്ച പാലം. മറ്റേ റോഡ് ഓ, ആ പ്രളയത്തിന്റെ ഇത് ഇവിടെ എപ്പോഴും ഉണ്ട്. വേറെ പാലം ഉണ്ടാക്കുന്നുണ്ട് വലുത്. നമ്മളെ ഇടുക്കി ഡാം ഇവിടുന്ന് കാണാൻ പറ്റുമല്ലോ. നമ്മളെ നാടത്തെ അവിടെ കണ്ടല്ലേ. പക്ഷെ അവിടുന്ന് ഇതിന് നോക്കുമ്പോ നല്ല രസാട്ടോ അല്ലേ റമ്യ? ഈ റോഡ് ഞാൻ കാണിച്ചില്ലേ, ഇവിടൊക്കെ പോയതായിരുന്നു റോഡ്. ഇവിടൊക്കെ റോഡ് പോയതായിരുന്നു.
കുറുവൻ കുറുത്തി. ഇതാണ് കുറുത്തിമല അല്ലേ? കുറുവൻ കുറുത്തിമല ഇതല്ലേ? ഈ മലയാണ് കുറുവൻ കുറുത്തിമല. കാരണം എവിടെ? ആ ഇടുക്കിയിലാണ്. ഈ രണ്ട് മലയുടെ ഇതില് കാണാനില്ല. ഇത് ചെറുതോണി ഡാമാണ് ഇവിടെ ഉള്ളത്. സോറി ഗൈസ്, നമ്മൾ ഇഞ്ഞ് പോണാണ്. അവിടെയാണ് ആർച്ച് ഡാം ഉള്ളത്. ചിലപ്പോൾ കാണാൻ പറ്റും, നല്ല പോലെ കാണാൻ. ഇവിടൊക്കെ പ്രളയത്തിൽ വെള്ളം പോയിന്നടാ. ഇവിടൊക്കെ നല്ല അവശിഷ്ടങ്ങളാണല്ലോ. നമ്മള് ഫുഡ് ആ കടയിലുണ്ടോ ചോദിച്ചോക്കാൻ പോട്ടെ. രശാന്ന് പോയല്ലേ? ഇടുക്കി ഡാമിന്റെ ഏകദേശം അടിയിലായിട്ടാണ് നമ്മൾ ചെറിയ ഇതേമാതിരി ഒരു ചെറുതുണ്ട് ഇവിടെ. റിമീസ് കണ്ടിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് കൊറേ ഇതൊക്കെ നോക്കിയത്. അയ്യോ ഇവിടെ നല്ലൊരു സെറ്റപ്പ് ഏരിയ കിട്ടി. ബാമ്പു വെച്ച് സെറ്റപ്പ് ചെയ്ത അല്ലേ? സാമിയകലം വലിച്ചോളി മോനെ. ഞങ്ങൾ 60 രൂപയ്ക്ക് പുറത്ത് പോയിട്ട് ആദ്യമായിട്ട് ഇത്രയും നൈസായിട്ട് ഇടുക്കി പൊളി. ഫുഡിന്റെ കാര്യത്തിൽ ഇടുക്കി പൊളി. അങ്ങോട്ട് ഇന്ന് ചോറ് നല്ല മട്ടരി ചോറ്, അവിയല്, കേബേജ്, ചമ്മന്തി, ഓലനി, മുളക്, അച്ചാറ്, പപ്പടം, സാമ്പാർ, രസം, മോരുകറി, മീൻകറിയുണ്ട്, മീൻകറിയുണ്ട്, മുയലുണ്ട്. മുയലോ? മുയലെന്താ റേറ്റ്? കൂട്ടിയുണ്ട്, മുയലുണ്ട്. മീനെന്താ? എന്താ ഉള്ളത്? മീൻ അയല, കറിയും പറത്തും അയലയാ. നല്ലൊരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പൊ നമ്മള് വാൽവേരി മൗണ്ട് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 19 മിനിറ്റ് ഉള്ളൂ ഇവിടുന്ന്. ഞങ്ങളിപ്പോ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു. 60 രൂപയായിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇത് കണ്ടില്ല, നല്ല അടിപൊളി നല്ല ക്വാണ്ടിറ്റിയിൽ ഫുഡ് ആയിരുന്നു. പേരൊക്കെ എത്ര വട്ടം? 60 രൂപ അല്ല. നമ്മളൊക്കെ പേടിച്ചു. ഇവിടെ നല്ല എക്സ്പെൻസ് വരുന്നില്ല. എക്സ്പെൻസ് നമ്മളെ നാട്ടിലെ ചീപ്പായിട്ട് ഹോംലി ഫുഡ്, നല്ല അടിപൊളി ഫുഡ്. ഓ, ഒരു വണ്ടി കട്ടിയത് ചെക്കിങ് ഉണ്ടോ? നല്ല ആക്സിഡന്റ് ആയിരുന്നു. എടാ എന്താ വെച്ചാ മറ്റേ റണ്ണിങ്ങില് ഫ്രണ്ട് ക്യാമറ എടുക്കാനില്ല. ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോ ബാക്ക് ക്യാമറ ആക്കാനില്ല. നമ്മള് പോയിക്കൊണ്ടിരിക്കാം. റമീസ വാൽവേരി മൗണ്ടിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞെടുത്താ. കാൽവരി മൗണ്ട് അല്ലേ? നമ്മളെ ഇടുക്കി ഡാമിന്റെ വെള്ളം സംഭരിച്ചു വെക്കുന്ന അത് മൊത്തത്തിൽ അവിടെ നിന്ന് കാണാം. ബേസ്മെന്റ് ഏരിയ മൊത്തത്തിൽ കാണാം. ഇതൊന്നും കാണൂല, വിഷ്വൽസ് കാണൂല്ലേ? ലേക്ക് മോഡൽ. ഓക്കെ, ലേക്ക് എന്നാണ്. സോറി പെട്ടെന്ന് പറയുമ്പോൾ ഒന്നാമത് ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഒക്കെ ഞാനും ഷാനുവും കണ്ണടച്ചിട്ടില്ല. റമീസൊക്കെ പിന്നെ ആർച്ച് ഡാം കാണിച്ചതാ. ആർച്ച് ഡാം ആണ്. ഞാൻ വരുമ്പോ കാണിച്ചത് ആർച്ച് ഡാം അടിപൊളിയായിട്ട്
സെറ്റ് വരില്ല നമ്മള് വ്യത്യാസം ഉണ്ടോ? വരുമ്പോ ഞാൻ അങ്ങനെ പോയി പക്ഷേ പറ്റിച്ചു ഗൈസ്, പറ്റിച്ചു, ചതിച്ചു ഗൈസ്, കഞ്ചുട്ടൻ ചതിച്ചു ഗൈസ്, ചതിച്ചു. എന്നിട്ട് കാൽവരി മൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പരിപാടി റമീസ? യെസ് ഗൈസ്, യെസ്, നമ്മള് മൂന്നാറിലേക്ക് പോന്നു. പക്ഷെ എന്ത് സൺഡേ ആയതുകൊണ്ട് ഓപ്പൺ ആണോ? പക്ഷെ നല്ല ഞങ്ങൾ കേറുമ്പോഴൊന്നും മറ്റേ ഇവിടെ ഉണ്ടായിട്ടില്ല. ചെറുതോണിയിൽ ആളധികം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുമ്പോ നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഇങ്ങോട്ടാണ് നേരെ ബസ് ഇറങ്ങി പറഞ്ഞതാ റോഡ്. പക്ഷെ മറ്റേ കൂടെ പോയാൽ എൻട്രൻസ് കിട്ടുള്ളൂ, ഇതിൽ കൂടെ പോയ എൻട്രൻസ് ഇല്ല. പരമാവധി മറ്റേ സ്ഥലത്ത് കൂടെ നമ്മള് ഫസ്റ്റ് പോയില്ല, ആ ഏരിയ കൂടെ തന്നെ പോകാൻ നോക്കുക. അവിടെ ഈ ബസ് അങ്ങനെയുള്ളല്ലേ, ആ ഒരു സ്വകാര്യ ബസ് KSRTC ഇപ്പൊ അങ്ങനെ ഇതില്ല. അതുകൊണ്ട് അവിടെ പിന്നെന്താ പാറ അല്ലേ, ഡേഞ്ചർ ഏരിയ. അവിടുന്ന് ഞങ്ങള് പോകുമ്പോൾ പോയി നോക്കുമ്പോ പറഞ്ഞത് പിന്നെ അവിടെ ക്യാമറ ഒക്കെ ഞങ്ങള് വണ്ടിയിൽ വെച്ചിട്ടാ പോയത്. കാരണം ഞങ്ങൾക്ക് ഉള്ളിലേക്ക് എന്തായാലും അലൗഡ് അല്ല, അവിടെ കൊടുത്തു പോകണം, നല്ല വണ്ടിയിൽ വെച്ച് പോകണം, സേഫ് എന്നുള്ള രൂപത്തിൽ നമ്മൾ അങ്ങനെ വെച്ച് പോയത്. അപ്പോ നമുക്ക് മൂന്നാറിലെത്തിയിട്ട് കാണാം. മൂന്നാറിലല്ല, കാൽവരി മൗണ്ടിലെത്തി കാണാം. നമ്മളിനി കാൽവരി മൗണ്ട്, നമുക്ക് ടൈം കളയണ്ട പരമാവധി. നല്ല അടിപൊളി അടിപൊളി സ്ഥലമുണ്ട്, നിർത്താനൊക്കെ പറ്റും. പക്ഷെ എന്താ വെച്ചിട്ടാ ഞങ്ങൾ പിന്നെ വെറുതെ ടൈം കളയണ്ടല്ലോ വെച്ചാൽ നമ്മൾ ആ ടൈം പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കണ്ടേ. ഇപ്പോൾ നമ്മൾ കാൽവരി മൗണ്ടിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം നമ്മൾ ഇവിടെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിലെത്തുമ്പോഴത്തേന് ലേറ്റ് ആവും. ഷാനിബിന് ഡ്രൈവറെ കിട്ടിയാൽ നമ്മൾ ഭാഗ്യല്ലേ, ഫുൾ സപ്പോർട്ട്. 5 പൈസ ഉണ്ട്, ഇങ്ങോട്ട് പൈസ തരും ട്രിപ്പിലല്ലേ. ഓ ആനവണ്ടി ലുക്ക് തന്നെ അല്ലേ. നമ്മളടുത്ത് മാറ്റൂ, നമ്മളെ മാറ്റൂ. അപ്പൊ നമ്മ കുറച്ച് കാഴ്ചകളാണ്. ഈ വണ്ടി കാണുമ്പോ നെഞ്ഞൊരു കാണാൻ പറ്റും. എന്തൊക്കെ ക്ലിയറാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് കിട്ടാത്ത ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ഒരു കാര്യമില്ലാതെ വെറുതെ. 5.7 കിലോമീറ്റർ ലെഫ്റ്റ്. അത് പെണ്ണല്ല, ആണാണ്. ഈ മുടി വളർത്തിയോണ്ട് ഇന്നലെ ഞാൻ ഡ്യൂക്കുമൊരു വീഡിയോ കണ്ടിട്ടാ. അങ്ങനെ വെച്ചിട്ട് ഒരു ചെക്കൻ സ്കൂട്ടി ഭയങ്കര ചെക്കനല്ല, മുടിയൊക്കെ വളർത്തിട്ട് ഇവന്റെ ഒരു ഡ്യൂക്കുമൊരു ചെക്കൻ ഉണ്ട്, ഇവൻ മെല്ലെ പോവാ. അപ്പൊ പെട്ടെന്ന് ഒരു സ്കൂട്ടി ഓവർടേക്ക് ഇരുത്തി. ഇവന്റെ ചെറിയ പെണ്ണാന്നാ, കാരണം മുടിയൊക്കെ വളർത്തിട്ടേ. അപ്പൊ ഒപ്പം വെച്ച് പിടിച്ചു. ഓ സൗണ്ടൊക്കെ പോണ അങ്ങോട്ടൊക്കെ. ഓ എന്റെ അമ്മ ഒടുക്കത്തെ ഒട്ടിക്കരുതിട്ടില്ല. ഇപ്പൊ ട്രാഫിക് ആ ചെക്കനായിട്ട് കൊടുക്കുമ്പോ ചെന്നപ്പോഴേ നോക്കുമ്പോഴാണ് ഇതുപോലെ പറഞ്ഞിട്ട് പോലും ഫോട്ടോ എടുത്ത് തിരിച്ചാണ് ഈ മുടി എടുത്തിട്ടുണ്ട്. ഇപ്പൊ സംഭവം വിന്റേജ് ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലുള്ള കോഴിക്കളൊന്ന് സംശയിച്ചു പോവും. ഇതേപോലെ നല്ലൊരു ചർച്ച ഉണ്ട്. പ്രമാണി ഫാനിട്ട് സ്മെല്ല് മറ്റേ ഈ സാധനം ഓഫാക്കിയില്ലേ, ഓഫാക്കി ഞാൻ സ്മെല്ല് നല്ല. ഇടുക്കി പറഞ്ഞ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു വരവുംപാടി വരണം. ഇടുക്കി ഒറ്റക്കാക്കിയിട്ട് റിസോർട്ടൊക്കെ എടുത്തിട്ട് എവിടെ നോക്കിയാലും എന്നുവെച്ചാൽ വലിയ. ഈ മൂന്നാറ് എന്താ പാടുന്നല്ല കേട്ടോ. മൂന്നാറ് ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാറ് ഇടുക്കിയൊക്കെ. മൂന്നാറ് ഇതിനും വലിയ ഭംഗിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ മൂന്നാറേക്കാൾ നമുക്ക് ഒന്നും ചെറുതുണി ടൗൺ ആണ് കാണുന്നത്.
ഇടുക്കി ഡാമുക്ക് പിന്നെ എൻട്രൻസിനാക്കി ഒരാൾക്ക് എത്ര രൂപ ഇറങ്ങിയ 40 രൂപ 40 രൂപ ആയിക്കണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇതുണ്ട്, ക്യാബ് മാതിരി ഒരു ഇതുണ്ട്, മറ്റേ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വഹിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നേ കാണാം. നടന്ന് കാണാണെങ്കിൽ അവിടെ വേറെ ആ പടത്തിന്റെ പേരെന്താ മറ്റേ പറഞ്ഞ കേവ് ഒരു ഇതില്ലേ ഇടുക്കി ഗോൾഡ് ഞാൻ ആ സ്ഥലം കണ്ടിരുന്നു. ആ ഒരു ഗുഹ ഉണ്ട് അവിടെ, പിന്നെ ഗുഹ എന്ന ടണല്. അവിടേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാ. കുറച്ച് എന്ന് വെച്ചാൽ നമ്മള് മറ്റേ ഇടുക്കി ഡാം നമ്മൾ ആദ്യം ചെറുതോണി ഡാം കഴിഞ്ഞിട്ട് ഇടുക്കി ആർച്ച് ഡാമുക്ക് പോണ വഴിക്കുന്നത് ചെറിയൊരു ഡിവേഷൻ എടുത്ത് കഴിഞ്ഞാൽ ആ സ്ഥലം ഒരു കേവ് കാണാം. കേവിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ചെറുതോണി ഡാമിന്റെ ഒരു അന്യായ വ്യൂ കാണാം. അവിടേക്കും പോകാൻ ശ്രമിക്കാം. പരമാവധി കുറെ ആൾക്കാർ സ്കിപ്പ് ചെയ്യണ്ടില്ല, നടക്കേണ്ട ഒരു മടി കാരണം റമീസ് സ്കിപ്പ് ചെയ്യാൻ നിൽക്കുന്നു. നമ്മളൊക്കെ പാട് വെച്ചോണ്ടായിരുന്നു. എന്നിട്ട് സംഭവം സെറ്റായ പോയത് മുതലായി. പിന്നെ മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക്. ഞാനാണ് ഈ ഷൂ ഇട്ടു, പോലെ എല്ലാവരും ചെരുപ്പിട്ട് ഇഞ്ഞിട്ട് തളർത്തി വരും. എന്റെ ഷൂ ആകെ ചളിയായി. വെള്ളച്ചാട്ടം വാട്ടർ ജമ്പിങ് നല്ല സ്ഥലം വന്നിട്ട് തന്നെ നിർത്തിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുക്കും. ഗ്ലാസ് ഒന്നും ആദ്യം സൗണ്ട് ഒന്ന് കുറക്കാനില്ല കേട്ടോ. അല്ല, സൗണ്ട് ഒന്നും ക്ലിയർ ആവില്ല. അറിയില്ല, ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് എടുത്തത്. നമ്മളങ്ങോട്ടാ പോണില്ലേ? ഇവിടൊക്കെ കോട കയറി വരുന്നുണ്ട് ഗൈസ്. അത് ഒരു കത്തിച്ചാന്ന് അറിയില്ല, അത് കത്തിച്ചാണ് പുകയാണ്. ഞാൻ ചോദിച്ചാൽ കോട കയറി കാമാക്ഷിപുരം മറ്റേ അതിലല്ല കമ്പനി. നല്ല മറ്റേ കോടുള്ള ടൈപ്പിന്റെ സ്ഥലം തോന്നുന്നു. നമ്മള് കേറിയപ്പോ തന്നെ നല്ല തണുപ്പുള്ളൊരു പ്രതിനിധിയാ പുറത്തൊക്കെ. അത് കുഴപ്പമില്ല, നടക്കണേ നമ്മള് നടക്കും. നമ്മളിപ്പോ എത്ര നടന്നു? 2 ദിവസമല്ലേ ആകെ നടക്കണുള്ളൂ അല്ലേ? ഞാനിപ്പോ മറ്റേ ഓഫീസിൽ ഇരിക്കുക അല്ലെങ്കിൽ പണിക്ക് മറ്റേ വണ്ടി ഇരിക്കണ്ടല്ലോ. നടക്കുമ്പോ നടക്കുക അല്ലേ? നല്ല വ്യൂ പോയിന്റ്.
കുറച്ച് ഓഫ് റോഡ് ഉണ്ടല്ല. അയ്യോണൊക്കെ കയറും, നമ്മളെ വണ്ടി എന്തായാലും കയറും. വട്ടവട ഏരിയ മതില്ല. ഇവിടെ ഞാൻ പോയിട്ടൊന്നും ചേട്ടാ, വീഡിയോ കണ്ട പരിചയം തന്നെ ഉള്ളൂ. കഞ്ചുട്ട റോക്സ്. ഞാൻ ഇവിടെ ഇറങ്ങി നടന്നാലോ? നിർത്താൻ വെറുതെ. ഞാൻ നേരെ പോട്ടെ. പിന്നെ ഞാൻ വരാം. ബാക്കിലൊക്കെ വണ്ടികളുണ്ട്. വീഡിയോ എടുക്കാൻ ഞാൻ എന്ത് ത്യാഗം ചെയ്യും. വണ്ടി പോലെ ചോക്ക്. വണ്ടി പോവാ ബോസ. വണ്ടി പോകുന്ന പറഞ്ഞേ. ആ ഉള്ളിൽ കിട്ടാൻ അതെട്ടുമാരൊക്കെ ഷെഡ് കഴിഞ്ഞിട്ട് കുറച്ച് ചിലപ്പോ ചില ഭാഗത്ത് നടക്കാം. ഇവരവിടെ ഉണ്ടായതല്ലോ നമ്മളവിടെ. നമ്മളെ കളിച്ചു ഫുഡ് കഴിക്കാൻ നേരം ഒരു മുട്ട കഴിക്കുള്ളൂ. റിലാക്സേഷൻ ഉണ്ട്. നല്ല കോടുള്ള ടൈം കാച്ചട്ടാവും. നല്ല കോടുണ്ട് കേട്ടോ. കോടാന്ന് പറഞ്ഞാ പോരാ. കോട ഇവിടെ എത്തിയവിടെ ഇവിടെ ജീപ്പുണ്ട് തോന്നില്ല പ്രൈവറ്റ് ആയിട്ട്. വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഹെവി ഡ്രൈവേഴ്സ് നല്ല ഓടിക്കാൻ ഇച്ചുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. കാർമല പോലെ അടിക്ക്. പിന്നെ 400 മീറ്റർ കുറച്ച് മുകളിൽ. ഇഞ്ച മോനെ ഇവിടെ പേ പാർക്കിംഗ് പോപ്പിഞ്ഞ് അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാൽവരിക്കുണ്ട് എന്താണ് കാൽവരിമോണ്ടിന്റെ വീഡിയോ കാണാം. അപ്പൊ എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ